നമസ്കാരം. വകതിരിവില്ലാത്ത ചില പോലീസ് ഏമാന്മാരുടെ ലീലാവിലാസങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കേരളം. പീഡനം നേരിട്ടതിന് പരാതി പറയാൻ പോയതാണ് യുവതി. അപ്പൊ അത് കേട്ട് നിന്ന് SI ഏമാന്മാരും സംഘവും ആ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പൊ കിട്ടിയ വാർത്ത. പൊന്നാനി SHO ആയിരുന്ന വിനോദും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്തു എന്നൊരു ആരോപണവുമായി വീട്ടമ്മ രംഗത്ത് വരികയാണ്. കുടുംബ പ്രശ്നത്തെ പറ്റിയുള്ള പരാതിയുമായി പോലീസിനെ സമീപിച്ച താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബലാത്സംഗത്തിനിരയായി എന്നാണ് ഇവരുടെ പരാതി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, വെക്കോന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞു ഞാൻ വന്നു അവനെയും കൂട്ടി. പിന്നെ ഒരു ദിവസം പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ് നിങ്ങളൊന്നും പക്ഷെ കുറച്ചിട്ട് വിൽക്കാന്ന് പറയുമ്പോ പിന്നെ ഒരു ദിവസം ഞാൻ ഈ കുട്ടിയിട്ട് പോയി. ഇതേപോലെ വഴി അറിയാതെ പോസ്റ്റ് ഓഫീസ് എന്താ പാസ്പോർട്ട് ഓഫീസിലോട്ട് ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ച് പോയി. അങ്ങനെ അന്നും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ സംസാരിച്ച് ഞാനിട്ട് വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പര് വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ട, നീ തനിച്ച് വായോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി. സ്വന്തം ഭരണകക്ഷി MLAക്ക് വരെ ഏമാന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോരാത്തതിന് മന്ത്രിമാരുടെ ഫോൺ കോളൊക്കെ ചോർത്തി എന്നൊരു കരക്കമ്പിയുണ്ട്. വേറെ എന്താണ് SP വിശേഷം? എന്നോടൊന്ന് നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അതിനെ പോസിറ്റീവായി അത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ അതെ, MLA അതും ചെയ്ത് ഞാൻ എന്താ പറയാ, വളരെ സിമ്പിളായിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് ഉണ്ട്, ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഉറപ്പുള്ള കാര്യമല്ലേ നമ്മളിപ്പോ എന്തായാലും. അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും വയസ്സ് 25ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ, അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം. ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. പോരാത്തതിന് പോലീസ് ഏമാൻ പറയാണോ അല്ലേ നമ്മളെ അങ്കിളാണ് പിണറായി എന്ന്. ഞാൻ പിന്നെ വേണ്ടെങ്കിൽ എന്തിൻ്റെ ഇതാക്കാം, അതുവേ നീ പുറത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറലോകമില്ല, എൻ്റെ 2 മക്കൾക്ക് ഉമ്മ ഇല്ലാതാക്കും ഞാൻ. പിന്നെ മുഖ്യമന്ത്രിനെ അറിയാൽ എൻ്റെ അങ്കിളാണ് സ്വന്തം. ഞാൻ പറഞ്ഞതിൽ അപ്പുറം ഒന്നുമില്ല ആരും. CI ആയി SP DSP ആയി ഈ പിന്നെ SI ആരും എൻ്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യണത്. ഞാൻ പറഞ്ഞതിലപ്പുറം അവർ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ശരി ഞാൻ പറയൂല എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ തലയെ കൈ സത്തിട്ടമ്മ തലയെ കൈ സത്തിട്ട് കൊടുത്ത് പേടിച്ചിട്ട് ഞാൻ പിന്നെ അത് ആരോടും ഉണ്ടാട് ഇങ്ങനെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ സങ്കടയും വിഷമയൊക്കെ വന്ന്. മാമൻ അപ്പം തന്നെ മരുമോനെ തൂക്കി എറിഞ്ഞു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. അപ്പൊ പരാതി പറയാൻ പോകുന്നവർക്ക് ഇതാവും അവസ്ഥ എങ്കിൽ പ്രതികളുടെ അവസ്ഥ കണ്ടറിയണം കോശി. തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. നിയമത്തിലാണ് ആകെ നമ്മുടെ വിശ്വാസം. ആ നിയമപാലകർ തന്നെ നിയമം കാറ്റിപ്പറത്തിയാലോ?
കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഞങ്ങൾ മലയാളികളുമാണ്. പക്ഷെ വകരുവ് വട്ടപൂജ്യം.